ഉവൈസിന്റെ പ്രധാനവും അതന്നെയല്ലേ, ഇഷ്കല്ല. മുഅ്മിനിനെ ഇഷ്കല്ല. 7-ാമത്തെ വയസ്സിൽ വ്യാഖ്യാന സഹിതം ഖുർആൻ മനപ്പാഠമാക്കിയ, 10-ാമത്തെ വയസ്സിൽ ഹദീസിന്റെ കിതാബ് മനപ്പാഠമാക്കിയ, 15-ാമത്തെ വയസ്സിൽ ലോകം കണ്ട ഖാളിയായ കോടിക്കണക്കായ ഇസ്ലാമിക ഫിഖ്ഹിന്റെ മസ്അലകളുടെ ഉസൂൽ കണ്ടെത്തിയ, ഒരു മസ്അലക്ക് വേണ്ടി 300 വട്ടം ഖത്തം ഓതി തീർത്ത, ഒരു മസ്അലക്ക് വേണ്ടി 300 വട്ടം ഖത്തം ഓതിയ ഇമാം ശാഫിഈ ഹിജ്റ 199 കൈറോവിൽ വന്നു. ഗസക്കാരനാണ് ഇമാം ശാഫിഈ. 54 വയസ്സുകൊണ്ട് ചരിത്രം കണ്ട ഏറ്റവും വലിയ അത്ഭുതം കാട്ടി തിരിച്ചു പോയ ഇമാം ശാഫിഈ ഹിജ്റ 199-ലാണ് അവർ കൈറോവിൽ വരുന്നത്. കൈറോവിൽ വരുമ്പോഴത്തിന് ലോകം കണ്ട അദ്വിതീയനായ പണ്ഡിതനാണ് മഹാനായ ഇമാം ശാഫിഈ. രാജാക്കന്മാര് വായ മൂടിക്കെട്ടി ഇങ്ങനെ ദൂരെ മാറി നിൽക്കും ഇമാം ശാഫിഈ തങ്ങളുടെ മുന്നിൽ. ആ ഷാഫി ഇമാം കൈറോവിലെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടിന്റെ മുന്നിലെ ഒരു ചായ്പിലെ പച്ച നിലത്ത് വന്നിരിക്കുമായിരുന്നു ഇമാം ശാഫിഈ. കൈറോ പട്ടണത്തിലെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ വീടുണ്ടായിരുന്നു. ആ വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കും ഇമാം ശാഫിഈ. ആ പെണ്ണിനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇമാം ശാഫിഈ കണ്ടിട്ടുമില്ല. എന്തേ ആ വീട്ടിന്റെ ഉള്ളിൽ ആരുണ്ട്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെയും പേരമകനായ ഹസൻ അൻവർ എന്ന ഹസൻ ഉസാനിയുടെ മകളാണ് നഫീസത്തുൽ മിസ്രിയ. ആ നജ്മത്ത്, ആ നക്ഷത്രം അതിന്റെ ഉള്ളിലുണ്ട് എന്ന കാരണത്താൽ ഇവിടെ വന്ന് ഈ ചായ്പിൽ ഇങ്ങനെ വന്നിരിക്കും ഇമാം ശാഫിഈ. ഒന്ന് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആളെ മനുഷ്യ ഇമാം ശാഫിഈ. ഭൂമിയുടെ ചക്രവാളം മുഴുവനും വിജ്ഞാനം നടക്കുന്ന ഒരാള് എനിക്ക് ശേഷം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാ ഇമാം ദഹബി അടക്കം പറഞ്ഞത് അത് മറ്റാരുമല്ല ഇമാം ശാഫിഈ. എന്റെ രാജാക്കന്മാർ പോലും ആക്ഷേപിക്കും, ഈ സംഭവത്തെ എന്തിനാണ് അങ്ങനെ പോയിരിക്കുന്നത്? മറ്റൊന്നുമല്ല, അത് മുഹമ്മദിയത്തിന്റെ പ്രത്യേകതയാണ്. വലൗ കാന ദംബി ഹുബ്ബ ആലി മുഹമ്മദി ഫദാലിക ദംബുൻ ലസ്തു അൻഹു അതൂബു. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇതിന് ഞാൻ തൗബ ചെയ്യുകയില്ല. ഈ പച്ചമണ്ണിൽ വന്ന് ഞാൻ ഈ ചായ്പിലിരിക്കുമെന്ന് ഇമാം ശാഫിഈ. എന്റെ മുഹമ്മദിയത്തെ അർശിനേക്കാൾ വലുതാണ്, മുഹമ്മദിയത്ത് കുർസിയേക്കാൾ വലുതാണ്, മുഹമ്മദിയത്ത് യൗഹിനേക്കാൾ വലുതാണ്, മുഹമ്മദിയത്ത് കലമിനേക്കാൾ വലുതാണ്. ഖുർആനിലെ രഹസ്യമായ ആയത്ത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന ആയത്താണ്. അത് ഖുർആനാണ്. ബഹുമാനപ്പെട്ട ഖുത്ബി തങ്ങളെ തഖ്രീറിൽ കാണാം. ബഹുമാനപ്പെട്ട ഖുത്ബി തങ്ങള് മങ്കൂസ് മൗലൂദ് ദർസ് നടത്തിയപ്പോൾ ആ ദർസിൽ പറഞ്ഞ കാര്യം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മങ്കൂസ് മൗലൂദിന്റെ 1-ാമത്തെ ഹദീസിൽ ലഖദ് ജാഅകും ഉൾപ്പെടുത്തിയ ആര്? മഖ്ദൂമുൽ കബീർ അൽ മഅബരി റളിയല്ലാഹു അൻഹു. മാനിയുടെ ഉസ്താദ് നമ്മളെ മജ്ലിസിലേക്ക് ഞാൻ നീട്ടുന്നില്ല മോമിനിങ്ങളെ, ഇത് പറഞ്ഞാൽ തീരുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കായിരുന്നു. ഇത് ഇനി 100 സമ്മേളനം നടത്തിയാലും തീരാത്ത സംഭവമാണ്. അതുകൊണ്ട് ഇഷ്കിന്റെ ബാബ് അങ്ങനെ തന്നെ ബാക്കിയാക്കി വെച്ച് ഒരിക്കലും ഇഷ്കിന്റെ ബാബ് തീർന്നിട്ടില്ല. ആയിഷക്കിനോട്ട് പൂതി കഴിയുകയുമില്ല. ആയിഷക്കിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ആയിഷക്ക് കുടിക്കുന്ന വെള്ളം മഹബ്ബത്ത് മുഹമ്മദാണ്. അത് അവിടുന്ന് കുടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും ഇഷ്കിന്റെ കേസിൽ നിന്ന് കുടിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ.